Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Okay, Good afternoon, sir. okay, Jessica. Yes, prayer. Yes, sir. Okay. Prayer. Good afternoon, sir. Yes, good afternoon. Dear God, thank you for this new day. Help us to learn with open minds and kind hearts. Bless our teachers, friends, and families. Guide us to do our best and treat others with respect. Amen. Yes. Oh, Thank you, very good. sir. Yes. Hey, signing out. A very good afternoon to everyone. I am happy to see you all together here. Thank you all for joining here. I would like to a warm welcome to our respected job sir who have joined us here. And also I welcome my friends that are present here. I hope you all enjoy this class and that turns out to be a great success. Once again, I welcome all of them to today's class. Thank you. Okay. Thought of the day. The future depends on what you do today. ഭാവി നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. Okay, correct. Start here. Okay, let us start. 1 minute. Yes. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. ടു, ഇൻ, ഔട്ട്, ഫോർ ഒക്കെ എവിടെയെങ്കിലും വരുന്ന കേസുകൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഫോർ എന്ന് പറയുമ്പോൾ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണ്ടി, ഫോർ യു നിനക്ക് വേണ്ടി, ഫോർ ഹിം അവന് വേണ്ടി, ഫോർ ദം അവർക്ക് വേണ്ടി, ഫോർ ദ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ ഫോർ എന്ന് പറയുമ്പോൾ
വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കാൻ വേണ്ടി, അതായത് ഈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമയത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് ഫോർ സിൻസ്. പക്ഷെ രണ്ടും രണ്ട് സിറ്റുവേഷനാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്തിട്ടാൽ മതി. ഫോർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം. സിൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. സിൻസ് ഒരു പോയിന്റ് ഓഫ് പേജ് ടൈം. നമ്പർ ഒന്ന് പറയാമോ? അല്ല, ഇത് ഓർത്തിട്ടാൽ മതി, നമുക്ക് അങ്ങോട്ട് വരാം. ഈ പ്രിപ്പോസിഷന്റെ പേജ് നമ്പർ പറഞ്ഞിട്ട് 100. ഓക്കെ. അപ്പോ എന്റെ കയ്യിലിരിക്കുന്നത് പേജ് നമ്പർ ഇല്ലാത്ത പഴയ കോപ്പിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷെ രണ്ട് കാണിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ട് രീതി, ഒന്ന് ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒന്ന് പോയിന്റ് ഓഫ് ടൈമാണ്. എക്സാമ്പിൾ പറയാം. അരമണിക്കൂറായിട്ട് അവൻ വെള്ളത്തിനടിയിലാണ്. He has been under the water for half an hour. അല്ല, for half an hour. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പീരീഡാണ്. അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ പീരീഡ് അല്ലേ? കറക്റ്റ് പീരീഡ്. അതിന് സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു അവസാനമുണ്ട്, 2 വർഷം. നേരെ മറിച്ച് സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ, അവിടെ മുതൽ, സിൻസ് 2025 2025 മുതൽ, ആ മുതൽ അവിടെ മുതൽ എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ തന്നെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സിൻസ് ഉണ്ട്. 2025 എന്ന് പറയുമ്പോൾ 2025 മുതൽ. ഫോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർ കാണിക്കുന്നത് എപ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈമിലെയായിരിക്കും. സിൻസ് കാണിക്കുന്നത് അത് ഒരു പോയിന്റ് ഓഫ് ടൈമിലെയായിരിക്കും. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. He has been working abroad dash 2 years. He has been working abroad dash 2 years. ബ്രാക്കറ്റിൽ സിൻസ് ഉണ്ട്, ഫോർ ഉണ്ട്. ഇവിടെ ഏതായിരിക്കും വരാം? ഫോർ വരും. ഓക്കെ, നവമി കറക്റ്റ് ആണ്, ഫോർ വരും. കാരണം 2 years എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. വെരി ഗുഡ്. ഇനി അവിടെ നിൽക്കട്ടെ. നമുക്ക് വേറെ ഒന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ചില വാക്കിന്റെ കൂടെ വരുന്ന ചില പ്രിപ്പോസിഷൻ, അത് ആ വാക്കിന്റെ കൂടെ ആ പ്രിപ്പോസിഷനെ വരും. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ജൂനിയർ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ കഴിഞ്ഞ 2 എന്ന് വരും. ജൂനിയർ 2. സീനിയർ അത് കഴിഞ്ഞു കഴിഞ്ഞാലും സീനിയർ 2 എന്ന് വരും. അപ്പൊ അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ 2 ആണ്. ഇനി അക്കമ്പനീഡ് ബൈ, അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ബൈ ആണ്. യെസ്, അങ്ങനെ ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. ആ പ്രിപ്പോസിഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ചില വെർബുകളുടെ കൂടെ മാത്രം വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്, അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം മിന്നു സുരേഷ്. മിന്നു, ഓക്കെ, are you ready? Sir? Okay. ഇവിടെ here is a list of nouns which you ഒരു സെന്റൻസ് കണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? സാറേ ഞാനും കണ്ടില്ല സാറേ, ഞാൻ ഇതുവരെ തപ്പിക്കൊണ്ടിരിക്കും. പേജ് നമ്പർ 105. ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടു. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ സർ. ഓക്കെ, ആ സ്ക്രീനിൽ നോക്കിയാൽ മതി. ഓക്കെ, സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ.
ഓക്കെ കണ്ടു. അതില് ഹിയർ അത് വായിച്ച ഹിയർ Here is list of nouns which usually or often have four after them. നോക്കിയേ ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി ഓർ ഓഫൺ ഹാവ് ടു. ആ ടു എന്നുള്ളത് ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ താഴെ എഴുതിയിട്ടുള്ള ആ വാക്കുകളുടെ കൂടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് വരുന്നത്. ടു എന്ന പ്രിപ്പോസിഷൻ വരുന്ന വാക്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. യെസ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ വേർഡ് വായിക്കുക. വേർഡ് വായിച്ചിട്ട് Admiration അല്ലേ sir? Admiration. അഡ്മിറേഷൻ ആക്സസ് അല്ലേ? ആക്സസ്. Page നോക്കി. 104 പേജ് Okay, okay. Oh, sorry sir. Sorry. Okay. അതുപോലെ Here is list of nouns which usually or them have to after them. ഹാവ് ടു സെപ്പറേറ്റഡ്. ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് താഴെ പറയുന്ന വേർഡുകളുടെ കൂടെ വരുന്നത് എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. യെസ്, അപ്പൊ നമ്മൾ വായിക്കേണ്ടത് ഒരു വേർഡ് വായിക്കുന്നു, അതിന്റെ അർത്ഥം പറയുന്നു, അതിന്റെ കൂടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർത്ത് വായിക്കുന്നു. അപ്പൊ എങ്ങനെ വായിക്കും? ആക്സസ്. എന്താ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഉൾക്കൊള്ളുക, പരിഗണിക്കുക, ഇതൊക്കെയാണ് ആക്സസ്. പിന്നെ പറയാം ആക്സസ് ടു. ഓക്കെ, അടുത്ത പറയാം Addiction. അഡിക്ഷൻ നമ്മൾ പറയാല്ലേ, അവിടെ അടിമപ്പെടുക. അടിമപ്പെടുക. Addiction to. അഡിക്ഷൻ മൈ ഹസ്ബൻഡ് ഈസ് അഡിക്റ്റഡ് ടു മീ. എന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു വിട്ടു പോകൂലേ, എനിക്ക് അഡിക്റ്റഡ്. മൈ ചിൽഡ്രൻ ആർ അഡിക്റ്റഡ് ടു മീ ആണ്. ടു വരുള്ളൂ, അഡിക്റ്റഡ് വിത്ത് മീ എന്നല്ല, ടു മീ. ഓക്കെ, അടുത്തത് Adherence. Meaning അറിഞ്ഞൂടാ sir. മീനിങ് ഇതാണ് ആശ്രയിക്കുക, ഡിപ്പെൻഡൻസ്. Adherence to. അഡ്ഹറൻസ് ടു. Allegiance. Allegiance to. അലിഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിധേയത്വം കേട്ടോ. വിധേയത്വം. പിന്നെ allergy to. അലർജി എന്നുള്ള പേര് അറിയാവുന്നത്? അലർജി തന്നെ. അത് അലർജി എന്നൊക്കെ പറയാറില്ലേ? അലർജി ടു. അടുത്തത് Alternative to. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിടപെട്ടുന്നതിന്റെ അർത്ഥം. ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത് അങ്ങനെ ഒന്നിടപെട്ട് വരില്ലേ, അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്, ഒന്നിടപെട്ട്. ഓക്കെ, വെരി ഗുഡ് ബിനു, വെരി ഗുഡ്. Thank you sir. ഇനി അടുത്തത് ദീപ മനോജ്. Yes sir. വായിച്ചോളൂ. അടുത്ത Aversion. aversion Aversion to. സാർ അതിന്റെ മീനിങ് എന്താ? വെറുപ്പ്. വെർബ് എന്നാണോ? വെറുപ്പ്. ഓക്കെ. അടുത്തത് Aversion to, attachment to. അറ്റാച്ച്മെന്റ് നമുക്ക് സാവാശം പോവാം, ബുദ്ധിമുട്ടല്ല. അറ്റാച്ച്മെന്റ് ആ വാക്കിന് അറിയില്ല. അറ്റാച്ച്മെന്റ് കഴിക്കുന്നത് ഞങ്ങൾ അറ്റാച്ച്മെന്റ് അത് പറയാറില്ലേ, ഇഷ്ടം, താല്പര്യം. ഓക്കെ, അറ്റാച്ച്മെന്റ് ടു. അടുത്തത് കോൺട്രിബ്യൂഷൻ. സംഭാവന. കോൺട്രിബ്യൂഷൻ ടു. അടുത്തത് ഡാമേജ്. പരിക്ക്. ഡാമേജ് ടു. ഡിവോഷൻ. ഡിവോഷണൽ സോങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താ ഡിവോഷൻ? ആരാധന. എന്താണ് ഡിവോഷണൽ സോങ്സ് പറയല്ലേ? ഹിന്ദു ഡിവോഷണൽ സോങ്. ഡിസ്ലോയൽറ്റി എന്നാണ് ഇതേക്കുന്നത്. അത് ഡിസ്ലോയൽറ്റി ഇല്ല, ഡിസ്ലോയൽറ്റി. അപ്പൊ ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, ലോയൽറ്റി, വിശ്വസ്തത. അപ്പൊ ഡിസ്ലോയൽറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവിശ്വാസം. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ.
ഇനി അടുത്തത് ആര്യ ഷെയ്ൻ. Yes, sir. അടുത്ത പോലെ Preface to. പ്രിഫേസ് തൊഴിലെന്താണ്? നമ്മൾ എല്ലാ ഏതെങ്കിലും ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ ഇടതുവശത്തുള്ള പേജിൽ തന്നെ വായതാണ് എന്തോ സർ? നമ്മൾ വില പുസ്തകങ്ങളൊക്കെ വായിക്കൂലേ, അപ്പൊ ആ. നോവലുകളൊക്കെ വായിക്കും, കഥകളൊക്കെ വായിക്കും. ആമുഖമാണ് സർ. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിഫേസ്, ആമുഖം. യെസ്, കറക്റ്റ്, കറക്റ്റ്, കറക്റ്റ്. അടുത്ത റെഫറൻസ് ടു. റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാമർശനം, സൂചന. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് റിലവൻസ് ടു. റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? റെലവൻസ് പ്രശസ്തി. റിപ്ലൈ ടു. അതിനകത്ത് REPLA വേണ്ട, REPLA ഇല്ല, REPLY റിപ്ലൈ. മറുപടി. റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ടു. ഓക്കെ ഓക്കെ. നമ്മൾ റെസിസ്റ്റ് ചെയ്യാന്ന് പറയാം, തടയുക. റിട്ടേൺ ടു. റിട്ടേൺ. വെരി ഗുഡ്, വെരി ഗുഡ്. അഞ്ചിത. Yes, sir. വായിച്ചോളൂ, അതിന്റെ അടിയിലുള്ളത് വായിച്ചോളൂ. Answer to. ആൻസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, മറുപടി പറയുക. ആൻസർ ടു എന്ന് വരുള്ളൂ. ഓക്കെ. പിന്നീട് Antidote. ആന്റിഡോട്ട്, മരുന്നൊക്കെ കൊടുക്കുമ്പോൾ പറയുന്നൊരു വേർഡാണ് ആന്റിഡോട്ട്. പ്രതിവിധി. എന്താണ്? Antidote to. ആന്റിഡോട്ട് ടു. Approach to. അപ്രോച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപിക്കുക, കടന്നു വരിക. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി. Exception to. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാല് ഉൾപ്പെടാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. Immune to. ഇമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിരോധ ശേഷി. വെരി ഗുഡ്, വെരി ഗുഡ്. Introduction to. Introduction മുഖവുര. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ Solution to. സൊല്യൂഷൻ പരിഹാരം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് Threat to. ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപകടം. ഭീഷണി. ഓക്കെ, കറക്റ്റ്. Witness to. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. ഓക്കെ അഞ്ജിത, കുഴപ്പമില്ല. വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് സുബിത. യെസ്. രേവതി. Admiration to. പോകില്ലേ ധൃതി കൂട്ടില്ലേ? അതിന്റെ മുകളിലുള്ള ലിസ്റ്റ് വായിച്ചേ. മാറി. Here is list of noun which usually or often have for after them. നേരത്തെ പറഞ്ഞ ടു ആണ്. ഇനിയിപ്പോ നമ്മളത് മാറി. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ താഴെ പറയുന്ന വാക്കുകളിലൂടെ വരുന്നത് എന്താണ്? ടു അല്ല, ഫോർ ആണ്. അപ്പൊ ടു, അഡ്മിറേഷൻ ടു എന്നല്ല പറയേണ്ടത്, അഡ്മിറേഷൻ ഫോർ. യെസ്. അപ്പൊ അതാണ് ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് നൗൺസ് വിച്ച് യൂഷ്വലി or often have four. ആ ഫോർ ബോൾഡ് ആയിട്ടാണ് കൊടുത്തേക്കണേ. ഫോർ ആഫ്റ്റർ them. വായിക്കും. Admiration for. അഡ്മിറേഷൻ ഫോർ. അഡ്മിറേഷൻ വീടിന്റെ അർത്ഥം എന്താണ്? അംഗീകാരമാണ്. അംഗീകാരം, ആരാധന. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് Aptitude for. അറിയില്ല. അതറിയില്ല. വിശക്കാണോ സാറേ? വിശപ്പ്. ഓക്കെ. അപ്പിറ്റൈറ്റ്, വിശപ്പ്. യെസ്. ഓക്കെ. ഈ സ്മോളൊക്കെ അടിക്കുന്ന ആൾക്കാർക്ക് പറയാറില്ലേ, ഭക്ഷണത്തിന് മുമ്പ്
ഒരു അപ്പിറ്റൈസർ ആയിട്ട് ഒരു ചെറുത് കഴിക്കാം എന്ന് പറയണല്ലേ എന്ന് പറയുന്നത് അപ്പിറ്റൈസ്. യെസ്, അടുത്തത് aptitude for, ആപ്റ്റിറ്റ്യൂഡ്. അത് ആപ്റ്റിറ്റ്യൂഡ് ഇത് ഒരു പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ വരുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡലിൽ വരുന്ന ഒരു വാചകമാണ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ്, കഴിവ്, സാമർഥ്യം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ 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 ആപ്റ്റിറ്റ്യൂഡ്. അടുത്തത് substitute for, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. പകരക്കാരൻ. വെരി ഗുഡ്. പകരം, സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു കളിക്കാരനും പരിക്ക് പറ്റി കഴിഞ്ഞാൽ പകരം ഇറങ്ങുമ്പോൾ പറയും സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം. അടുത്തത് bid for, bid for, ബിഡ് ഫോർ. ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേലം എന്താണ്? ലേലം കേട്ടോ. ബിഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് carving, ക്രാവിംഗ്. carving meaning അറിയില്ല. ആശ. നമുക്ക് പലതിനോട് ചിലപ്പോ ചില സംഗതികളോട് നമുക്ക് അടക്കാനാവാത്ത ഒരു സംഗതി വരും. അപ്പൊ നമ്മുടെ ഐ ഹാവ് ക്രാവിംഗ് ഫോർ മണി. പണത്തിനോട് എനിക്ക് ഭയങ്കരമായ ഒരു ആർത്തിയുണ്ട്. ഐ ഹാവ് ക്രാവിംഗ് ഫോർ ഗോൾഡ്. സ്വർണത്തോട് എനിക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ട് അല്ല. അപ്പൊ അവിടെയൊക്കെ വരുന്നത് ഫോറാണ്. യെസ്, ക്രാവിംഗ്, ആശ. അടുത്തത് credit, ക്രെഡിറ്റ്. അറിയാവുന്ന ക്രെഡിറ്റ് കൊടുക്കുക കേട്ടില്ലേ? കടകളിൽ നിന്നൊക്കെ സാധനമൊക്കെ വാങ്ങുമ്പോൾ ക്രെഡിറ്റ് ആണെന്ന് ചോദിക്കാറില്ലേ? കടം. ഓക്കെ, അടുത്തത് cure, ക്യൂർ ഫോർ. അപ്പൊ ക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇനി സുഖപ്പെടുത്തുക. സുഖപ്പെടുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് demand, ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് demand, ഡിമാൻഡ്, ആവശ്യം. ഓക്കെ ഓക്കെ അഞ്ജിത. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ആവശ്യം. ഓക്കെ, അപ്പൊ ഓക്കെ സുബിത നല്ല കൃത്യമായിട്ട് വായിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, രേവതി. രേവതി രാജി. ഓക്കെ, അടുത്തത് വായിച്ചോളൂ രേവതി. ഡിസയർ തുടങ്ങി. ഡിസയർ ഫോർ. ഡിസയർ, ആഗ്രഹം. ആഗ്രഹം. ഓക്കെ, ഡിസയർ ഫോർ വെച്ച് സെന്റൻസ് പറയാമോ രേവതി? ഡിസയർ ഫോർ അല്ലേ? എനിക്ക് ബിരിയാണിയോട് നല്ല ആഗ്രഹമുണ്ട്. ഐ ഡിസയർ ഫോർ ബിരിയാണി. ഡിസയർ ടു എന്ന് പറയുന്നത് ഡിസയർ ഫോർ തന്നെ വരാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്കുകൂടി വിട്ടുപോയി. ഐ ഹാവ് വലിയ ആഗ്രഹം, ഗ്രേറ്റ് ഡിസയർ ഫോർ ബിരിയാണി. ഐ ഹാവ് ഗ്രേറ്റ് ഡിസയർ ഫോർ ബിരിയാണി. യെസ്, അടുത്തത് നെക്സ്റ്റ് ഡിസ്ലൈക്ക്. ഡിസ്ലൈക്ക് ഫോർ ഇഷ്ടപ്പെടാത്തത്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ഹങ്കർ ഫോർ. ഹങ്കർ മീൻസ് വിശപ്പ്. ഓക്കെ, ലവ് ഫോർ. ലവ് മീൻസ് സ്നേഹം. അറിയാവുന്ന വാക്ക്. യെസ്, അടുത്തത് നീഡ്. നീഡ് ഫോർ ആവശ്യം. യെസ്, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ. പ്രൊവിഷൻ മീൻസ് പ്രൊവിഷൻ. നമുക്ക് ചില സ്റ്റോറുകളുടെ ഒക്കെ മുകളിൽ എഴുതി വെച്ചേക്കുന്നത് പ്രൊവിഷണൽ സ്റ്റോർ. സാധനങ്ങൾ വെക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ നമുക്ക് പ്രൊവിഷൻ പറയാം കേട്ടോ. ആഹാരം. ഓക്കെ, പ്രൊവിഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ ഫോർ. റെസിപ്പി. റെസിപ്പി മീൻസ് ചോദിക്കാറില്ല. എന്താണ് അതിന്റെ റെസിപ്പി എന്നൊക്കെ ചോദിക്കാറില്ല. റെസിപ്പി. നെക്സ്റ്റ് റിഗാർഡ് ഫോർ. ആദരവ്. റെസിപ്പിയുടെ മീനിങ് പറഞ്ഞില്ല. റെസിപ്പി എന്ന് പറഞ്ഞാല് പാചക ചേർത്ത് കേട്ടോ, പാചകത്തിന്റെ കൂട്ട്. യെസ്, അടുത്തത് റിഗാർഡ് ഫോർ. റിഗാർഡ് ഫോർ. ആദരവ്. ആദരവ്. ആദരവ്, പരിഗണന. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, രേവതി രാജീവ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, റാണി ഷാജി. യെസ് സർ. റെമഡി നിങ്ങൾ പറയട്ടെ. മരുന്ന്. മരുന്ന്. റെമഡി. വിട്ടുവിട്ട് പോറിന്റെ റാണി. റെമഡി. റെമഡി.
റെമഡി ഫോർ. ഓക്കെ, റെമഡി എന്ന് പറയാം പരിഹാരം അല്ലെങ്കിൽ ഓക്കെ പ്രശ്നപരിഹാരം. ഓക്കെ, റെസ്പെക്ട് ബഹുമാനം. വെരി ഗുഡ്. വെരി റെസ്പെക്ട് ഫോർ. ഐ ഹാവ് പറയാം നമുക്ക്. ഐ ഹാവ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ മൈ ഗ്രാൻഡ് പാരന്റ്സ്. എന്റെ ഗ്രാൻഡ് പാരന്റ്സിനോട് വളരെ റെസ്പെക്ട് ഉണ്ട്. റെസ്പെക്ട് ഫോർ. അടുത്തത് റെസ്പോൺസിബിലിറ്റി ഫോർ. ഉത്തരവാദിത്വം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. റൂം ഫോർ. യെസ്. മുറി. റൂം ഫോർ ദ പാരന്റ്സ്. റൂം ഫോർ ദി ചിൽഡ്രൻ. അല്ല, റൂം ഫോർ. അടുത്തത് സെർച്ച് ഫോർ. അന്വേഷിക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ. സിമ്പതി ഫോർ. സിമ്പതിക്ക് ഫോറും വിത്തും രണ്ടെണ്ണം വരും എന്നൊക്കെ പറയാം. സിമ്പതി ഫോർ. ഓക്കെ, 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 ഓക്കെ. അടുത്തത് സിനോണിം. സിനോണിം ഫോർ. പര്യായം എന്ന് പറയല്ലേ? പര്യായം. യെസ്, പര്യായം എന്ന് പറയല്ലേ? ടേസ്റ്റ് ഫോർ. രുചി. ഓക്കെ, ഓക്കെ, ഓക്കെ. തേഴ്സ്റ്റ് ഫോർ. ദാഹം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അണി ക്ലീൻ ആയിട്ട് വായിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് വായിക്കണോ സാറേ? ഇല്ല, നമുക്ക് അടുത്ത അളവ് നോക്കാം. ഇനി ആരാണ്? അഞ്ജിത വായിച്ചതാണ്, ആര്യ വായിച്ചതാണ്, ദീപ വായിച്ചതാണ്. ഹസീന വായിച്ചില്ല. ഹസീന ഫൈസൽ. ഹസീന ഇല്ല. ജാൻസി ആന്റണി. ജാൻസി ആന്റണി ഇല്ല. ഓക്കെ, ഓക്കെ ജാൻസി. ഓക്കെ ജാൻസി. ഓക്കെ, ഓക്കെ, ഓക്കെ. ജാൻസി, ഹിയർ ഈസ് എ ലിസ്റ്റ് വായിച്ചു കേട്ടോ. Here is a list of nouns which are usually or often have on after them. Okay, okay. ഒരു മിനിറ്റ്. Here is a list of nouns which usually or often have on. ഇവിടെ ഉപയോഗിക്കേണ്ടത് on ആണ്. അപ്പൊ നമ്മൾ ആദ്യം do ഉപയോഗിച്ചു, പിന്നെ for ഉപയോഗിക്കേണ്ട പറഞ്ഞു. ഇവിടെ ആ on എന്നുള്ളത് ഇതിനകത്ത് ബോൾഡ് ആയിട്ടില്ല, പക്ഷെ അവിടെ on ആണ്. on ബോൾഡ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, വായിച്ചോളൂ. Assault on. Assault എന്ന് പറഞ്ഞാൽ എന്താണ്? Assault means attack, ആക്രമിക്കുക, attack, attack. Okay. Attack on. തൊട്ട് താഴെ വന്നേക്കുന്ന അതേ അർത്ഥം തന്നെയാണ് അസൾട്ടിനും ഉള്ളത്. ഓക്കെ, അറ്റാക്ക് ഓൺ. അടുത്തത് Ban. ബാൻ ഓൺ. ബാൻ ചെയ്യുക എന്ന് പറയുന്നത്. ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാല് സ്റ്റോപ്പ് ചെയ്യുകയാണോ സാർ? സ്റ്റോപ്പ് ചെയ്യുക, അത് നിരോധിക്കുക. ഓക്കെ, 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 ഓക്കെ. അടുത്തത് ക്ലെയിം ഓൺ. ക്ലെയിം ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറ്റം ആരോപിക്കുകയാണോ സാറേ? അവകാശവാദം ക്ലെയിം ചെയ്യുക. ഓക്കെ, ഓക്കെ, ഓക്കെ. മറ്റേത് അത് ബ്ലെയിം ആണ്. ഞാൻ കുറ്റം ആരോപിക്കുക, ബ്ലെയിം. ഇത് ക്ലെയിം ആണ്. ഇപ്പൊ നമ്മള് ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടീച്ചറിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം ജോലി ചെയ്യും. അപ്പൊ നമുക്കൊരു ക്ലെയിമായി. പിന്നെ അവിടെ ഒരു വേക്കൻസി വരുമ്പോ ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്ത ആളെന്നുള്ള രീതി നമുക്ക് അവിടെ ഒരു ക്ലെയിം, അവകാശവാദം. അത് ക്ലെയിം ആണ്. അതാണ് അവകാശവാദം. മറ്റത് ജാൻസി പറഞ്ഞത് ബ്ലെയിം ആണ്. അത് കുറ്റം ബ്ലെയിം, കുറ്റം ആരോപിക്കും. അടുത്തത് കമന്റ് ഓൺ. കമന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? അഭിപ്രായം പറയാം. ഓക്കെ, ഓക്കെ. അടുത്തത് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധ പതിപ്പിക്കുകയാണോ സാർ? കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കോൺസെൻട്രേഷൻ. അടുത്തത് കടിഞ്ഞാൺ അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെയാണ് കർബിന്റെ അർത്ഥം. അടുത്തത് ഡിപ്പെൻഡൻസ് ഓൺ. ഡിപ്പെൻഡൻസ് ആശ്രയിക്കുക. ഓക്കെ, ഓക്കെ. എഫക്റ്റ് ഓൺ. ഇഫക്റ്റ് ഓൺ. ഇഫക്റ്റ്
ബലം. ഓക്കെ, കറക്റ്റ്. Hold on. Hold on. ഹോൾഡ് ഓൺ, പിടിക്കുക, ക്യാച്ച്. അടുത്തത് Insistence on. ഇൻസിസ്റ്റൻസ്. ഇൻസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധിക്കുക. നിർബന്ധിക്കുക, കമ്പൽ. ഓക്കെ. Reflection on. റിഫ്ലക്ഷൻ, റിഫ്ലക്ടർ. പാത്രങ്ങളിലൊക്കെ ഘടിപ്പിക്കാതെ റിഫ്ലക്ടർ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലനം, പ്രതിഫലിക്കുക. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ. Reliance on. റിലയൻസ് ഓൺ. റിലയൻസ് എന്ന് പറഞ്ഞാൽ ആശ്രയം, വിശ്വാസം. വിശ്വസിക്കുക, വിശ്വാസം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് Restriction on. റെസ്ട്രിക്ഷൻ ഓൺ. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രണമാണോ സാർ? നിയന്ത്രണം. നിയന്ത്രണം. ഓക്കെ ഓക്കെ ഓക്കെ. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയന്ത്രണം. അടുത്തത് Tax on. ടാക്സ് ഓൺ. ടാക്സ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നികുതി. നികുതി. ടാക്സ് ഓൺ സാൾട്ട്, ഉപ്പിന്റെ മുകളിലുള്ള നികുതി. ടാക്സ് ഓൺ വെഹിക്കിൾ, വാഹനത്തിന്റെ മുകളിലുള്ള നികുതി. ടാക്സ് ഓൺ ഹൗസ്, വീടിന്റെ മുകളിലുള്ള നികുതി. ടാക്സ് ഓൺ ആൾക്കാർ. ഓക്കെ ഓക്കെ ഓക്കെ, ജാൻസി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, യെസ് യെസ്. ഇനി ജിസ്ന. Yes sir. Okay, very good, Jisna. Here is the list of nouns which usually or often have with after them. ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. വിത്ത് ആണ് ഇതിന്റെ കൂടെ വരുന്നത്. ഓക്കെ. Affinity. അഫിനിറ്റി വിത്ത്. കേട്ടോ? Affinity with. അഫിനിറ്റി വിത്ത് എന്ന് പറയുന്ന, അഫിനിറ്റി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താണ്? അടുപ്പം എന്നാണ് സർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുപ്പം, യോജിപ്പ്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് Collision with. കൂട്ടിയിടിക്കുന്നതല്ലേ? ഇടിക്കുന്നത്, ശരി. ഓക്കെ ഓക്കെ. സംഘട്ടനം, കൂട്ടിയിരിക്കുക. വെരി ഗുഡ് വെരി ഗുഡ്. Connection with. കണക്ഷൻ വിത്ത്. കണക്ഷൻ, ഒരു കണക്ഷൻ ഉണ്ടാവുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ്. അത് മീൻസ് ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാൾക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കറസ്പോണ്ടൻസ്. അതായത് ഇടപാടുകളൊക്കെ നടത്തുന്ന. കറസ്പോണ്ടൻസ്. അപ്പൊ നമുക്ക് പറയാം, ഒന്നുകൂടി പറയുമ്പോൾ കത്തിടപാടുകൾ. കറസ്പോണ്ടൻസ് വിത്ത്. ഓക്കെ. അടുത്തത് ഓക്കെ. ഡേറ്റ് വിത്ത്. ഡേറ്റ് വിത്ത്. ഓക്കെ. അടുത്തത് ഡീലിങ്സ് വിത്ത്. ഡീൽ ചെയ്യാം, കൈകാര്യം ചെയ്യാം. ഇടപാടുകൾ. ഓക്കെ. ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത്. അതായത് ഒരു സാറ്റിസ്ഫൈഡ് ആവാത്ത ആ ഒരു അവസ്ഥയല്ലേ? അസംതൃപ്തി. ഓക്കെ ഓക്കെ ഓക്കെ. എൻകൗണ്ടർ വിത്ത്. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇതുപോലെ തന്നെ ഒരു ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ. വെരി ഗുഡ് വെരി ഗുഡ്. അല്ലെ, ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സ് എൻകൗണ്ടർ വിത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാൻ. എൻകൗണ്ടർ. യെസ്. അടുത്തത് ഫെമിലാരിറ്റി. ഫെമിലിയാരിറ്റി. യെസ്. അതായത് ഒരു പരിചയം. ഫെമിലിയാരിറ്റി വിത്ത്. ഐഡന്റിഫിക്കേഷൻ വിത്ത്. ഐഡന്റിഫിക്കേഷൻ വിത്ത്. അതായത് നമ്മൾ എന്താ പറയാ, ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇതല്ലേ? തിരിച്ചറിയുന്നു. ഓക്കെ ഓക്കെ. ഇന്റിമസി. ഇന്റിമസി വിത്ത്. ഒരു അടുപ്പം എന്നുള്ള അല്ലേ? ഇനി ഇൻവോൾവ്മെന്റ് വിത്ത്. ഇൻവോൾവ് ആയി എന്നുള്ള. ലിങ്ക് വിത്ത്. ലിങ്ക് വിത്ത് എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ. കണക്ഷൻ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ക്വാറൽ വിത്ത്. ക്വാറൽ എന്ന് പറഞ്ഞാൽ വാക്കിനകത്ത് അറിയാലോ, വഴക്ക് എന്നല്ലേ?
വഴക്കിടുക. I quarrel with my റിലേഷൻഷിപ്പ് വിത്ത്, അതായത് ഒരു റിലേഷൻ, അതെ, ഒരു ബന്ധം. പേര് പറയും. സിമ്പതി വിത്ത്, ഒരു സിമ്പതി, ഒരു സഹതാപം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് മാറും. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇവിടെ നമ്മളിപ്പോ ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എഗ്രി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. എഗ്രി കഴിഞ്ഞു കഴിഞ്ഞാല് ടു വരും, അതിനോടൊപ്പം തന്നെ വിത്തും വരും. എഗ്രി കഴിഞ്ഞാല് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്, വിത്തും ഉപയോഗിക്കാറുണ്ട്. അത് നമ്മളപ്പോ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടു വേണോ വിത്ത് വേണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉള്ള ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. ആ സെന്റൻസ് വായിച്ചു നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ ടു ആണ് എഗ്രിയുടെ കൂടെ വരേണ്ടത് അല്ലെങ്കിൽ വിത്താണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോ നമ്മുടെ സബിത ഒരു ഐഡിയ പറഞ്ഞു. അപ്പോ സബിത പറഞ്ഞ ഐഡിയ വളരെ നല്ല ഐഡിയ, ഉഗ്ര ഐഡിയ ആണ് പറഞ്ഞത്, ഒരു പ്ലാനാണ് പറഞ്ഞത്. അപ്പൊ ഞാനും സബിതയും തമ്മിൽ വഴക്കാണ്. പക്ഷേ സബിത പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് പറയും? ഐ എഗ്രി ടു യു എന്ന് പറയും. ദാറ്റ് മീൻസ് ഐ എഗ്രി ടു യു, ഐ എഗ്രി ടു ദ ഐഡിയ. സബിതയും ഞാനും തമ്മിൽ വഴക്കാണ്. അയാൾ എഗ്രി ടു ആൻ ഐഡിയ. ഇനി സബിത ഒരു ഐഡിയ പറഞ്ഞു, ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ സബിതയെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്താ പറയും? ഐ എഗ്രി വിത്ത് യു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തിയോടാണെങ്കിൽ വിത്ത് എ പേഴ്സൺ ടു എ തിങ്, വിത്ത് എ പേഴ്സൺ ടു എ തിങ് കേട്ടോ. അപ്പൊ എഗ്രി കഴിഞ്ഞാൽ വിത്ത് വരും, ടു വരും. അത് എന്ത് വരും എന്നുള്ളത് ആ സെന്റൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയോടാണെങ്കിൽ വിത്തായിരിക്കും, ഒരു വേറൊരു സംഗതിയോടാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ടു ആയിരിക്കും. ഇതുപോലെ കോൾ ഓൺ, CALL, കോൾ ഓൺ, കോളറ്റ്, രണ്ടിന്റെയും അർത്ഥം വിസിറ്റ് എന്നാണ്. വിസിറ്റ്, സന്ദർശിക്കുക. പക്ഷെ രണ്ട് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സന്ദർശിക്കുന്നത് ഒരു വ്യക്തിയെ ആണെങ്കിൽ കോൾ ഓൺ എന്ന് പറയും. ഐ കോൾ ഓൺ മൈ ഫാദർ ആൻഡ് മദർ. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും സന്ദർശിച്ചു. ഞാൻ സന്ദർശിച്ചത് ഒരു വ്യക്തിയെയല്ല, നേരെ മറിച്ച് ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും. അപ്പോ അവിടെ എന്ത് വരും? കോൾഡ് ഓൺ എന്ന് പറയുന്നത് കോൾഡ് അറ്റ് എന്ന് പറയുന്നത്. ഐ കോൾഡ് അറ്റ് ന്യൂഡൽഹി. ഞാൻ ന്യൂഡൽഹി സന്ദർശിച്ചു. ഐ കോൾഡ് ഓൺ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യെസ് ഓക്കെ. അപ്പോ കോൾഡ് ഓൺ ഉണ്ട്, കോൾഡ് അറ്റ് ഉണ്ട്, എഗ്രി വിത്ത് ഉണ്ട്, എഗ്രി ടു ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കും. യെസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ ഇപ്പോ നമ്മൾ രണ്ട് ആളുകളെ തമ്മിൽ താരതമ്യം ചെയ്യും. താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇപ്പൊ നമുക്കറിയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ടെൻസ് നമ്മൾ പറയും. ഒന്ന് പ്രസന്റ് ടെൻസ്, ഒന്ന് പാസ്റ്റ് ടെൻസ്, ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെന്റ്, ഗോൺ. ടേക്ക്, ടുക്ക്, ടേക്കൻ. ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. അത് നമ്മൾ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറയാറില്ലേ? യെസ്, അതിന് 3 ടെൻസ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരു അഡ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 3 ടെൻസ് എന്ന് പറയാൻ പറ്റില്ല, 3 കാലങ്ങൾ പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും പറയാമോ അതിനെ പറയുന്ന പേര്? പറഞ്ഞോളൂ. ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്,
അല്ല അത് പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ദീപ അത് വെർബിന് അത് സമ്മതിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞത് അഡ്ജക്റ്റീവിന്. ഇപ്പൊ ഞാൻ പറയുകയാണ് ദീപ നല്ലൊരു ലേഡിയാവും. ഞാനിങ്ങനെ പറയും ദീപ ഈസ് എ ഗുഡ് ലേഡി. ഈസ് എ ഗുഡ് ലേഡി. ഞാൻ പറയും ഗുഡ് ലേഡി. ഓക്കെ, അപ്പൊ ദീപ എന്ന് പറയുമ്പോൾ അതൊരു പേരാണ്. ലേഡി എന്ന് പറയുന്നതും ഒരു പേരാണ്, ഒരു സ്ത്രീ അല്ലെ. അപ്പൊ ദീപയും ലേഡിയും ശരിക്കും ഒരാൾ തന്നെയാണ്. അവിടെ നിൽക്കട്ടെ. ഈസ് ആകുന്നു. ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലതാകും. ഓക്കെ, ആ നല്ലത് എന്നുള്ളത് ദീപ എന്ന് പറയുന്ന ഒരു പേരിനെ വിശേഷിപ്പിക്കുക. ക്രിയാവിശേഷണം അല്ലേ? ക്രിയയല്ല, നൗൺ. നൗൺ ക്രിയാവിശേഷം വേറെ. അതെ അതെ. അതുകൊണ്ട് നമുക്ക് ഗുഡ് എന്ന് പറയുന്ന പേരിനെ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയും. ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ്, നാമവിശേഷം. ഓക്കെ, അതായത് ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ, ഒരു സംഗതിയെ, ഒരു പേരിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് നാമവിശേഷം, അഡ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനിയിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ദീപ ഒരു മത്സരത്തിന് മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്നത്, ഒരു ഡാൻസ് മത്സരത്തിന് മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു ഒരു ഫസ്റ്റ് വേണം, ഒരു സെക്കൻഡ് വേണം, ഒരു തേർഡ് വേണം, ഒന്നിൽ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട് 10 മാർക്ക് ഇടുന്നത്. ഔട്ട് ഓഫ് 10 മാർക്ക് ഇട്ടോളാൻ പറഞ്ഞൊരു കടലാസ് തന്നിട്ടുണ്ട്. യെസ്, അപ്പോ മാർക്ക് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ചെസ് നമ്പർ ഫസ്റ്റ് വിളിച്ചു. അപ്പൊ വന്നു നല്ല അടിപൊളി ഡാൻസ്. അപ്പൊ ചെസ് നമ്പർ 1 നല്ല പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ ദീപ എന്ത് ചെയ്തു? ആ ചെസ് നമ്പർ 1 10 കൊടുത്തു. രണ്ടാമത് അടുത്തൊരു പെർഫോമൻസ് ചെസ് നമ്പർ 2 വന്നു. ചെസ് നമ്പർ 2 വന്നു കഴിഞ്ഞപ്പോ അത് ആദ്യം വന്നതിനേക്കാൾ നല്ലത്. അപ്പൊ എത്ര മാർക്ക് കൊടുക്കും? 10 നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 10 ആർക്ക് കൊടുത്തുപോയി? ആദ്യം വന്ന ആൾക്ക് കൊടുത്തുപോയി. ഇനിയൊരു 10 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു ഫസ്റ്റ് മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ദീപ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യും? ആദ്യം വന്നതാണോ രണ്ടാമത് വന്നതാണോ നല്ലതെന്നൊന്ന് ചിന്തിക്കും മനസ്സിൽ. ചിന്തിച്ചു കഴിയുമ്പോ മനസ്സിലായി ആദ്യം വന്നതിനേക്കാൾ നല്ലത് രണ്ടാമത് വന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? രണ്ടാമത് വന്നാൾക്ക് 10 കൊടുക്കുകയും ആദ്യം വന്നാൾക്ക് 10 9 ചെയ്തു. യെസ്, താരതമ്യം ചെയ്തു. യെസ്. ഇനി അടുത്തൊരാള് വരെ ടെസ്റ്റ് നമ്പർ 3. ആ 3യുടെ പെർഫോമൻസ് ഈ 2 പെർഫോമൻസിനേക്കാളും താഴെയാണ്. ഈ ആദ്യം വന്ന 2 പെർഫോമൻസിനേക്കാളും താഴെയാണ്. അപ്പൊ എന്ത് ചെയ്തു? ദീപ ഒരു 8 കൊടുത്തു. അപ്പൊ ഇതിന്റെ അകത്ത് ഒരെണ്ണം നല്ലതായിരുന്നു, ഒരെണ്ണം കുറച്ചുകൂടി നല്ലതായിരുന്നു, ഒരെണ്ണം ഏറ്റവും നല്ലതായിരുന്നു. ഇതല്ലേ വന്നില്ലേ? നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. യെസ്. അപ്പൊ നല്ലത് എന്ന് പറയാൻ നമുക്ക് മൂന്നാമത് വന്നത് ഉപയോഗിക്കാം. കുറച്ചുകൂടി നല്ലതെന്നുള്ളതിന് ചെസ് നമ്പർ 1 ഉപയോഗിക്കാം. ഏറ്റവും നല്ലതെന്നുള്ളതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ചെസ് നമ്പർ 3 ഉപയോഗിക്കാം. അല്ലേ? ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ, നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. അത് നമുക്ക് മോശം പറയാം. മോശം, കുറച്ചുകൂടി മോശം, തീരെ മോശം. യെസ്. അങ്ങനെ ആ തീരെ മോശം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു മോശം വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു നല്ലത് വരാൻ പാടില്ല. അത് ഏറ്റവും നല്ലതായി അത് ഒരെണ്ണോട് അത് കൊടുത്തു. യെസ്. അപ്പൊ നമുക്ക് പറയാം ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. കുറച്ചുകൂടി നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബെറ്റർ എന്ന് പറയണം. അതിലും നല്ലതാണെങ്കിൽ എന്ത് പറയണം? ബെസ്റ്റ് എന്ന് പറയണം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവിന് ഉപയോഗിക്കുന്നത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ബെറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്, ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ബെസ്റ്റിന് നമ്മൾ ആരെങ്കിലും കുറിച്ച് പറയണമെങ്കിൽ അത് ബെസ്റ്റ് വേറെ ആളുണ്ടാകും.
അതായിരിക്കണം ബെസ്റ്റ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ബെസ്റ്റ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് പിന്നെ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന സമയത്ത്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ ഈ ഗുഡിനെ പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ. ഗുഡിനെ പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും. ബെറ്ററിനെ പറയും കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയും. ബെസ്റ്റിനെ പറയും സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയും. അപ്പൊ നമുക്ക് പറയാം, ഒരു വെർബിന് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ 3 ടെൻസ് കാലങ്ങൾ പറയുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 ഡിഗ്രീസ് പറയും. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അങ്ങനെ 3 ഡിഗ്രീസ് പറയും. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ SSLC പരീക്ഷ കഴിഞ്ഞു, നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടിയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ യുവർ ക്യാരക്ടർ കോണ്ടാക്ട് ഗുഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വർഷം പഠിച്ച കുട്ടികളിൽ ഏറ്റവും നല്ലത് നിങ്ങളാണെന്നാണ്? അല്ല. അല്ല, നിങ്ങള് ഏറ്റവും നല്ലതല്ല, ഗുഡാണ്. തരക്കരുത് നടത്തുള്ളൂ. നേരെ മറിച്ച് അവിടെ ആ പ്രാവശ്യം ഒരു കുട്ടി കിണറ്റിൽ വീഴുകയും അല്ലെങ്കിൽ കുളത്തിൽ വീഴുകയും വേറൊരു കുട്ടി ചാടി അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടെന്ന് വിചാരിക്കും. ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് HM എഴുതുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഗുഡ്, ഇവള് അന്ന് കിണറ്റിലൊക്കെ ചാടിയതല്ലേ, ആ കൊച്ചിനെയൊക്കെ രക്ഷപ്പെടുത്തിയതല്ലേ, അപ്പൊ ഗുഡ് വേണ്ട, ബെറ്റർ കിടക്കില്ല എന്ന് പറയും കേട്ടാ. അപ്പൊ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡിനേക്കാൾ നല്ലതാണ്. നേരെ മറിച്ച് നിങ്ങൾ ആണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീരേക്കാണ് ചാടിയത്, സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടു പോവാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ധീരമായിട്ടൊരു കുട്ടി രക്ഷപ്പെടുത്തുന്ന സ്കൂളില് കഞ്ഞിപ്പുരക്ക് തീ പിടിച്ചപ്പോൾ യെസ് എന്ന് വിചാരിക്കും. ആ അങ്ങനെയുള്ള നിങ്ങൾ അവിടെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ HM എന്ത് ചെയ്തു? അത് ആ വേറെ അപ്പൊ സൂപ്പർലേറ്റീവോടെ പോലും വേറെ ബാക്കിയുള്ള കുട്ടികളൊക്കെ നോക്കി അയ്യോ അയ്യോ എന്ന് പറഞ്ഞപ്പോ എടുത്ത് ചാടിയത് ആ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കൈ ചെയ്യാം? അത് ബെസ്റ്റ്. അതിന്റെ അർത്ഥം ആ പ്രാവശ്യം പഠിച്ചത് അവളേക്കാൾ നല്ല കുട്ടികളില്ലാതെ. യെസ്, അപ്പൊ ഗുഡായി, ബെറ്ററായി, ബെസ്റ്റായി. ഓക്കെ, നല്ലത്, കുറച്ചുകൂടി നല്ലത്, തീരെ നല്ല, ഏറ്റവും മികച്ചത്. ഓക്കെ, അതുപോലെ നമുക്ക് പറയാം ബുദ്ധിമുട്ടുള്ളത്, കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത്, നല്ല ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ എന്ന് പറയും ഡിഫിക്കൽട്ട്. പറയൂ ദീപ, ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്തായിരിക്കും? മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. മനസ്സിലായത്? രേവതിക്ക് അത് എങ്ങനെ മോർ ആണെന്ന് എങ്ങനെ പിടിക്കും? ഗുഡ് ആണെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബാഡ് ആണെങ്കിൽ ബാഡ്, വേഴ്സ്, വേസ്റ്റ്. ടോൾ ആണെങ്കിൽ ടോൾ, ടോളർ, ടോളസ്റ്റ്. യങ് ആണെങ്കിൽ യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ഡിഫിക്കൽട്ട് ആകുമ്പോ മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതെങ്ങനെ മനസ്സിലായി? അവിടെയൊക്കെ മോറും ബാക്കിയുള്ളതിനൊക്കെ സെപ്പറേറ്റ് ആണെന്ന് പിടിക്കും. അത് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്, അത് സമ്മതിച്ചു. വേറൊരു കാര്യം കൂടെ ഓർത്ത് ചെയ്താൽ മതി. ചില വാക്കുകൾ നമ്മൾ പറയുമ്പോഴേ നമ്മുടെ നാക്ക് നമ്മുടെ മുകളില് ഒന്നിലധികം പ്രാവശ്യം മുട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെയുള്ള വാക്കുകളുടെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും മോറ് വെച്ചില്ല, മോറും മോസ്റ്റും ആയിരിക്കും. ഒന്ന് ഡിഫിക്കൽട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കി. എത്ര പ്രാവശ്യം മുട്ടുന്നുണ്ട് രേവതി? 2. അത് നോക്കിയേക്കണ്ട. ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോ എത്ര പ്രാവശ്യം ഈ നാക്ക് മുകളിൽ മുട്ടുന്നു നോക്ക്. അപ്പൊ ഡിഫിക്കൽട്ട്, അപ്പൊ അത് അതിന്റെ കമ്പാരിറ്റീവ് മോർ ഡിഫിക്കൽട്ട്, സൂപ്പർലേറ്റീവ് മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇനി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു നോക്കി രേവതി. ബ്യൂട്ടിഫുൾ. അത് മോറും മോസ്റ്റും വരുന്ന വാക്കുകൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി, അത് കറക്റ്റ് ആയിരിക്കും. യെസ്, ബാക്കി കുറെ ഉണ്ട്, അത് നമുക്ക് കാണാതെ പഠിക്കേണ്ടി. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ സൂപ്പർ ഐഡിയ ആണല്ലോ. ഓക്കെ ദീപ. യെസ്, അത് 99% ശരിയാവുള്ളൂ, 1% മാറ്റിയിട്ടേക്കണം കേട്ടോ.
1%, കാരണം പലതിനൊക്കെ എക്സെപ്ഷൻ വരുമല്ലോ, 1% മാറ്റി. യെസ്, അടുത്തത് ഇതാണ് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് പറയാം, രണ്ട് പേരെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുന്നു. എ ഉണ്ട്, ബി ഉണ്ട്. എ ആണ് നല്ലത് ബിയിനേക്കാൾ, അപ്പൊ താരതമ്യം ചെയ്യണം. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പറയാം എ ഈസ് ബെറ്റർ ദാൻ ബി. എ ഈസ് ബെറ്റർ ദാൻ ബി. എ ഈസ് ആകുന്നു ബെറ്റർ, നല്ലതാകുന്നു, ദാൻ എന്ന് പറഞ്ഞാൽ കാൾ എന്നാണ്. കാൾ ഇതിനേക്കാൾ, ബിയേക്കാൾ. അപ്പൊ എ ആണ് ബിയേക്കാൾ നല്ലത്. മിസ്റ്റർ എ ഈസ് ബെറ്റർ ദാൻ മിസ്റ്റർ ബി. ബിയിനേക്കാൾ നല്ലത്. അപ്പൊ അതല്ല പറയാം. രണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ ഇതാണ് നല്ലതെങ്കിൽ അതിന്റെ അപ്പുറത്തെ ധ്യാനം കൂടി ചേർത്തിട്ട് രണ്ടാമത്തെ കാര്യം പറയാം. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവൾ എന്നേക്കാൾ നമുക്ക് അവൾ എന്നുള്ള മാറ്റാം. എ നമ്മൾ ആദ്യം പറഞ്ഞ എ ബിയേക്കാൾ ജൂനിയർ ആണ്. എ ബിയേക്കാൾ, മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് മിസ്റ്റർ ബി എന്ന് പറയുന്ന ആളേക്കാൾ ജൂനിയർ ആണ്. ഒന്ന് പറഞ്ഞ ദീപ, എങ്ങനെ പറയൂ ഇപ്പൊ? മിസ്റ്റർ എ മിസ്റ്റർ ബിയേക്കാൾ ജൂനിയർ ആണ്. മിസ്റ്റർ എ smaller than Mr. A, smaller than Mr. B. ഓക്കെ, അത് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്മോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൊക്കം കുറവുണ്ടായി പോയി. നമ്മള് കറക്റ്റാണ്, സെന്റൻസ് കറക്റ്റാണ് ദീപ. അവിടെ നമ്മൾ ജൂനിയർ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ, ഈ ജൂനിയർ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകളാണ്. ജൂനിയർ, സീനിയർ, അങ്ങനെയൊക്കെ കുറെ വാക്കുകൾ ലാറ്റിൻ ഭാഷയിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകളാണ്. ഇപ്പൊ സ്റ്റെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിൽ സ്റ്റാർ എന്നാണ്, നക്ഷത്രം എന്നാണ്. ഓമിനിയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ സൺ എന്നാണ് അർത്ഥം. ആമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് എന്നാണ് അർത്ഥം. യു എന്നുള്ളതിന് TE, തേ എന്ന് പറയുള്ളൂ, തേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ചില വാക്കുകൾ നമുക്കറിയാം, മലയാളത്തിൽ തന്നെ ചില വാക്കുകൾ സംസ്കൃത ഭാഷയിൽ നിന്ന് വരുന്ന പോലെ ഇംഗ്ലീഷിലെ കുറെ വാക്കുകൾ ലാറ്റിൻ ഭാഷയിൽ വരുന്നത്. അങ്ങനെ സ്മോളർ ദാൻ വേറെ വാക്കുണ്ട് സാർ. സ്മോളറിൽ കുഴപ്പമില്ല, ജൂനിയറിലും സീനിയറിലാണ് കുഴപ്പം കേട്ടോ. സ്മോളറിൽ കുഴപ്പമില്ല. അങ്ങനെ ആ ലാറ്റിൻ ഭാഷയിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് അവിടെ ദാൻ ഉപയോഗിക്കേണ്ട എല്ലാ സ്ഥലത്തും ടു ഉപയോഗിച്ചിരിക്കും. ദാൻ എന്ന് പറയുമ്പോൾ കാൾ എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ദാൻ ഉപയോഗിക്കുന്നത് അവിടെ എന്ത് ഉപയോഗിക്കണം? ടു വേ ഉപയോഗിക്കാവൂ. അപ്പൊ നമുക്ക് പറയാം മിസ്റ്റർ എ ഈസ് ജൂനിയർ ടു മിസ്റ്റർ ബി. ഈസ് ജൂനിയർ ടു ദാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ട് അവിടെ ദാൻ മാറി ടു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ all these words are originated from Latin language. അത് നമ്മൾ എന്താണ് എന്തൊക്കെയെന്ന് അറിയണ്ട. ഈ രണ്ട് വാക്കുകളൊന്നും ഓർത്തിരുന്നാൽ മതി. ജൂനിയർ, ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ കുറെ പേരുകൾ എഴുതിട്ട് മുതലായവർ എഴുതില്ലേ, ആ മുതലായവർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ETC രണ്ട് കുത്തുകൾ, അത് ലാറ്റിൻ വേർഡാണ്. എക്സ്ചേത്തര എന്ന് പറയുന്ന വേർഡിന്റെ ചുരുക്കം ഫോമാണ് ETC. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാറ്റിൻ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ധ്യാൻ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആ ധ്യാൻ ഉപയോഗിക്കരുത്. ധ്യാന് പകരം എന്ത് ഉപയോഗിച്ചിരിക്കണം? ടു എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കണം. ഇത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സന്ദർഭോചിതമായിട്ട്. അപ്പൊ നമ്മൾ നോക്കിയത് പ്രിപ്പോസിഷൻ, കോമൺ ആയിട്ട് വരുന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കി. ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെയെന്ന് നോക്കി. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളൊന്നും പേടിക്കണ്ട. പരീക്ഷയ്ക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരൂ, വിഷമമായിട്ട് വരൂ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. പരീക്ഷയിലൊക്കെ നിങ്ങൾ പാസ്സായിരിക്കും. ഡോണ്ട് വറി. കഴിഞ്ഞ പരീക്ഷയിൽ ഒന്ന് രണ്ട് കുട്ടികൾ വിളിച്ചിട്ട് സാറേ 98, 96
ഔട്ട് ഓഫ് 100 ഇതാണ് പറഞ്ഞത്. യെസ്. അപ്പോ ലാസ്റ്റ് ടൈം പറഞ്ഞു, സാറ് പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ ഞങ്ങൾ വിജയിച്ചു. അപ്പൊ നിങ്ങൾ അതിലൊന്നും പേടിക്കണ്ട. അതുകൊണ്ട് വലിയ ടെൻഷന്റെ വിഷമമൊന്നും വേണ്ട. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് വിഷമിച്ചല്ല പഠിക്കുന്നത്, നമ്മൾ ആസ്വദിച്ചല്ല പഠിക്കുന്നത്. നമ്മളിപ്പോ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ ടീച്ചറായി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയും കൂടി വേണ്ടേ. അപ്പൊ അതിനും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മള് വേറെ ലെവലാണ്. പണ്ട് നമ്മൾ പരീക്ഷ പാസ്സാണ്, ഇപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കി പോവുകയാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊന്ന് മനസ്സിലാക്കി. അപ്പൊ ഡോണ്ട് വറി, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഞാനാണ് സർ. പറഞ്ഞോളൂ ജസ്റ്റ്. Respected sir and dear friends, thank you for your attention and participation in class today. I believe we have all learned something new. I hope you all found this lesson helpful. I would like to express my gratitude to Job sir for his dedication and guidance. We will see you in the next time. Have a great day. Thank you all. Okay, very good. Okay, we will meet next time. Okay, bye. Thank you, sir. 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 Okay.